കുറേ സ്ത്രീകൾ ഇതുമൂലം വേദനിക്കുന്നുണ്ട്. മക്കളുണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരിക്കും. ഇന്നലെ ഒരാൾ എന്നോട് വന്നിട്ട് സംസാരിച്ചു, ഒരു പെൺകുട്ടി വന്ന് സംസാരിച്ചു. ആ ആള് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കൊല്ലമായി, പക്ഷെ കുട്ടികളായിട്ടില്ല. നിരന്തരം എവിടെയും ഈ കുട്ടിക്ക് പോകാൻ പേടിയപ്പോൾ, ഒരു കല്യാണത്തിന് പോകാൻ പറ്റണില്ല, ഒരു കുടുംബക്കാരെ വീട്ടിൽ പോകാൻ പറ്റണില്ല, ഹസ്ബൻഡിന്റെ സൈഡിലേക്ക് തീരെ പോകാൻ പറ്റണില്ല. കാരണം എന്താ? എല്ലാവർക്കും ചോദിക്കുന്നത് എന്താ ആയില്ലേ, ഒന്ന് നോക്കിയില്ലേ, എന്തിനാണിത്, മറ്റോരോ കാര്യം എന്തിനാണ് നമ്മൾ ഇങ്ങനെ തേടി തിരയാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത്, എന്തിനാണ്? പലപ്പോഴും ഇതിന്റെ പേരിലുള്ള കുറ്റപ്പെടുത്തൽ ആകെ കേൾക്കുന്നത് സ്ത്രീകളാണ്. ഇപ്പൊ ഹസ്ബൻഡിന്റെ ടിപ്പിക്കലായിട്ടുള്ള ഉമ്മമാരും കാര്യങ്ങളും ഇപ്പോഴും പല ആൾക്കാരും അതിലേക്ക് വളർന്നിട്ടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഭയങ്കര പെയിൻഫുൾ ആണത്. ഒരാൾ കുട്ടികളില്ലാത്ത വേദനയിൽ ജീവിക്കുമ്പം ഓരോട് പോയിട്ട് ഇങ്ങനെ ആയില്ലേ ആയില്ലേ എന്ന് ചോദിക്കുന്നതിനും വലിയ പെയിൻ എന്താ ഉള്ളത്? ഏതെങ്കിലും ഒരു സമയം ഓരോ ഇത് മറക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും എനിക്ക് ആയിട്ടില്ല എന്നുള്ളതായിരിക്കും ഓരോ നിരന്തരം ചിന്ത. ആ സമയത്ത് വീണ്ടും പോയിട്ട് ചോദിക്കാം. ഒരു കല്യാണത്തിന് പോയിട്ട് 10 ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ 10 ആൾക്കാർ 10 നിർദ്ദേശങ്ങൾ വെക്കും, 10 ഡോക്ടർമാരെ പേര് പറഞ്ഞുതരും. അല്ലെങ്കിൽ ഒരാൾ പറയും ആയുർവേദത്തിലാണ് നല്ലത്, ഒരാൾ പറയും ഹോമിയോയിലാണ് നല്ലത്, ഒരാൾ പറയും മറ്റേതാണ് നല്ലത്. നിങ്ങൾക്ക് ഇതൊരു നേരം പറഞ്ഞു തീർക്കുന്ന സംഗതിയാണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്ന കൺഫ്യൂഷൻസ് വലുതാണ്. എനിക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ് ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്നുള്ളത് ഞാൻ കൊല്ലങ്ങളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പറയാം അല്ല, നമ്മൾ ജെനുവിനായിട്ട് പറയണം. ചിലയിടത്ത് ജെനുവിൻ ആവാന്ന് പറഞ്ഞാൽ പറയാതിരിക്കലാണെന്നും കൂടി മനസ്സിലാക്കണം. വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല. കുറേ സ്ത്രീകൾ ഇതുമൂലം വേദനിക്കുന്നുണ്ട്. മക്കളുണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരിക്കും. അതില്ലാതിരിക്കുന്നിടത്ത് പോയിട്ട് എന്തുകൊണ്ടായില്ല എന്ന് ചോദിക്കുന്നത് എന്തൊരു പെയിൻഫുൾ ആണെന്നറിയാം. ഒരാളോട് കാണിക്കുന്ന ക്രൂരതകളിൽ ഏറ്റവും വലുത് അവരുടെ പെയിനിൽ പോയിട്ട് വീണ്ടും വീണ്ടും തൊട്ടു നോക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്ര തവണ തൊടുന്നുവോ അത്രയും സമയമെടുക്കും അത് പിന്നെ ആ മുറിവ് ഉണങ്ങിക്കിട്ടാൻ.